ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ നയിക്കുന്ന എൻ്റെ ഓർമ്മയ്ക്ക എന്ന ദിവ്യകാരുണ്യ വിമോചന ശുശ്രൂഷയുടെ 23-ാം ദിവസമാണ് ഇന്ന് അഭ്യസിക്കേണ്ട പുണ്യം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക്, അതായത് നമ്മുടെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, നാം സ്നേഹവും കരുതലും നൽകാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അവരെക്കാളും മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകി നാം അവരെ അവഗണിക്കാറുണ്ട്. അതിനാൽ അവർക്കായി ഗുണപരമായ സമയം ചിലവഴിക്കുക എന്നതാണ് ഇന്നത്തെ പുണ്യം. ഇന്ന് ഉപേക്ഷിക്കേണ്ട തിന്മ, നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കാതെ ഒഴിവാക്കി വിടുന്നതും അവർക്ക് അർഹിക്കുന്ന സ്നേഹവും കരുതലും നൽകാതിരിക്കുന്നതും ആണ് ഇന്ന് ഉപേക്ഷിക്കേണ്ട തിന്മ. ഇന്നത്തെ ടാസ്ക്, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുകയോ അവരെ സന്ദർശിക്കുകയോ അവർക്ക് സന്തോഷം നൽകുന്ന ചെറിയ കാര്യങ്ങൾ, അതായത് അവർക്ക് ചെറിയ സമ്മാനം വാങ്ങിക്കൊടുക്കുകയോ ചെയ്യുക. ഇന്നത്തെ പ്രാർത്ഥന: ദൈവമേ, വെള്ളം പോലെ ആയിരിക്കുന്ന എന്നെ മേൽത്തരം വീഞ്ഞു പോലെ മാറ്റി അനുഗ്രഹിക്കണമേ. കൂടാതെ ഈ ശുശ്രൂഷയോടൊപ്പം അച്ഛൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. നേരിട്ട് പറ്റാത്തവർ ഓൺലൈനായിട്ടോ ദിവസവും 1 മണിക്കൂറെങ്കിലും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ആരാധന നടത്തി പ്രാർത്ഥിക്കുക. 1 നേരമോ 2 നേരമോ സാധിക്കുന്നത് പോലെ ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസം എടുത്തു പ്രാർത്ഥിക്കുക. നല്ല ഒരു കുമ്പസാരത്തിനായി ഒരുങ്ങുക. പൂർവികർക്ക് വേണ്ടിയുള്ള കുടുംബവൃക്ഷ വിടുതൽ പ്രാർത്ഥന ദിവസവും ചൊല്ലുക. ഈ പ്രാർത്ഥനയുടെ വീഡിയോ ഈ ചാനലിൽ ശാപവിടുതൽ പ്രാർത്ഥന അല്ലെങ്കിൽ കുടുംബവൃക്ഷ വിടുതൽ പ്രാർത്ഥന എന്ന പേരിൽ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ താഴെ റിലേറ്റഡ് വീഡിയോ ആയി നൽകിയിട്ടുമുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ലഭ്യമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ്റെ എൻ്റെ ഓർമ്മയ്ക്ക എന്ന 23-ാം ദിവസത്തെ ശുശ്രൂഷയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വിലയേറിയ ആത്മീയ സന്ദേശങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛനും ടീമിനും വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ഇനിയുള്ള ദിവസങ്ങളിലും ഉള്ള ശുശ്രൂഷയിൽ നമുക്ക് തീഷ്ണതയോടെ പങ്കെടുക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ അനുഗ്രഹം എല്ലാവർക്കും സമൃദ്ധമായി ഉണ്ടാവട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.